2026 ജനുവരി മാസം കടന്നു പോകുമ്പോൾ നമ്മെ ഏറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു ഒറ്റയ്ക്ക് നടന്നകലുന്ന പെൻഗ്വിൻ. എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി വേൾഡ് എന്ന ഡോക്യുമെന്ററിയിലെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റപ്പെട്ട പെൻഗ്വിനെ മീമാക്കിക്കൊണ്ട് ഇമോഷണൽ ഇൻസ്പയറിംഗ് ആയ വിശദീകരണങ്ങളാണ് നൽകിയത്. ജനുവരിയിൽ സോഷ്യൽ മീഡിയ ഭരിച്ചത് പെൻഗ്വിൻ ആണെങ്കിൽ ഫെബ്രുവരിയിലെ താരം പഞ്ച് എന്ന കുരങ്ങനാണ്. തീക്ഷ്ണമായ സ്നേഹബന്ധത്തിന്റെ കഥയുമായാണ് പഞ്ച് എന്ന കുട്ടിക്കുരങ്ങൻ ലോകത്തിന്റെ ഹൃദയം കീഴടക്കുന്നത്. ജപ്പാനിലെ ഇച്ചിക്കാവ മൃഗശാലയിൽ ജനിച്ചയുടനെ അമ്മ ഉപേക്ഷിച്ച പഞ്ചിന് തുണയായത് ഒരു ഒറാങ്ങൂട്ടാൻ പാവയായിരുന്നു. തൻ്റെ കൂട്ടത്തിലെ മറ്റ് കുട്ടിക്കുരങ്ങുകൾ അമ്മയോടൊപ്പം കളിച്ചും കുസൃതി കാട്ടിയും നടക്കുമ്പോൾ അതിനൊന്നും പഞ്ചിന് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 7 മാസം മാത്രമാണ് പഞ്ചിന്റെ പ്രായം. ജനിച്ച് ആദ്യ മാസങ്ങളിൽ തന്നെ അമ്മ അവനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ അവൻ അടുത്തെത്തുമ്പോഴെല്ലാം അമ്മ അതിനനുവദിക്കാതെ അവനെ ഉപദ്രവിച്ച് ഓടിച്ചു വിട്ടു. ഭക്ഷണമടക്കമുള്ള അവന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് മൃഗശാലയിലെ ജീവനക്കാർ തന്നെയാണ്. ആശ്രയിക്കാൻ പഞ്ചിന് മറ്റൊന്നുമില്ല എന്ന് വന്നതോടെ മൃഗശാല ജീവനക്കാർ ഒറാങ്ങൂട്ടാന്റെ രൂപത്തിലുള്ള ഒരു വലിയ പാവയെ അവന് നൽകി. അന്നു മുതൽ അവന്റെ അമ്മയും പ്രിയപ്പെട്ട കൂട്ടുമൊക്കെ ആ പാവയാണ്. കൂട്ടത്തിനൊപ്പം പോയി ചേരാൻ പലയാവർത്തി ശ്രമിച്ച് നിരസിക്കപ്പെടുമ്പോഴും അവൻ തിരികെ ഓടിവന്ന് പാവയെ ചേർത്തു പിടിക്കും. പാവ തന്നെ സംരക്ഷിക്കും എന്ന് അവൻ വിശ്വസിക്കുന്നത് പോലെ. ഉറക്കം വരുമ്പോഴും മരം കയറുമ്പോഴുമെല്ലാം പാവ പഞ്ചിനൊപ്പം ഉണ്ടാകും. ദിവസങ്ങൾ കൊണ്ട് ഒരു വല്ലാത്ത ആത്മബന്ധമാണ് പാവയുമായി പഞ്ച് ഉണ്ടാക്കിയെടുത്തത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ വേദന നന്നായി മനസ്സിലാക്കുന്ന മനുഷ്യർക്ക് ഈ കാഴ്ചകൾ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പഞ്ചിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ വെറുമൊരു മൃഗശാല വാർത്ത എന്നതിനപ്പുറം ഇതൊരു ആഗോള ട്രെൻഡായി മാറി. ഈ വൈകാരിക ബന്ധം കേവലം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിന്നില്ല, മറിച്ച് ഇച്ചിക്കാവ എന്ന കൊച്ചു നഗരത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിമറിച്ചു. മുമ്പ് ശാന്തമായിരുന്ന ഈ മുനിസിപ്പൽ മൃഗശാലയിലെ സന്ദർശകരുടെ എണ്ണത്തിൽ 400% അവിശ്വസനീയമായ വർധനവാണ് ഉണ്ടായത്. ഡിസ്നിലാൻഡ് കാണാൻ എത്തുന്ന അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ പോലും ഇപ്പോൾ പഞ്ചിനെ കാണാനായി ഇച്ചിക്കാവയിലേക്ക് വണ്ടി കയറുന്നു. പഞ്ചിനെ ദത്തെടുക്കാൻ അനുവദിക്കുമോ എന്ന ചോദ്യങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സുകൾ നിറഞ്ഞു. പല ഭാഗത്തു നിന്നും അവനായി സഹായങ്ങളും എത്തി. ആൻഡ്രൂ ടൈറ്റിന്റെ സഹോദരൻ ട്രിസ്റ്റൻ ടൈറ്റ് 2,26 ലക്ഷം രൂപ നൽകി അവനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് വരെ അറിയിച്ചു. ഐക്കിയ എന്ന കമ്പനി കുറച്ച് അധികം പ്ലഷ് പാവകൾ സമ്മാനിച്ചാണ് പഞ്ചിനോടുള്ള സ്നേഹം അറിയിച്ചത്. പഞ്ചിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചും അവനെ അമ്മ സ്വീകരിക്കാനായി പ്രാർത്ഥിച്ചും കാത്തിരുന്നവർ ഏറെയാണ്. പഞ്ചിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ശുഭകരമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മപ്പാവയെ വിട്ട് കൂട്ടത്തിലെ മറ്റ് കുരങ്ങന്മാരുമായി അവൻ ചങ്ങാത്തത്തിലായി കഴിഞ്ഞു. മറ്റ് കുരങ്ങുകൾ അവനെ സ്നേഹത്തോടെ പരിചരിക്കുന്നത് അവൻ ആ സമൂഹത്തിന്റെ ഭാഗമായി എന്നതിൻ്റെ അടയാളമാണ്. പാവക്കുട്ടി നൽകിയ സ്നേഹത്തിൽ നിന്ന് യഥാർത്ഥ ബന്ധങ്ങളിലേക്ക് പഞ്ച് വളരുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഒറ്റയ്ക്കൊരാൾ എത്ര ദൂരം പോകും എന്ന ചോദ്യത്തിന് ഒറ്റയ്ക്കാണെന്നുറപ്പായാൽ എത്ര ദൂരം വേണമെങ്കിലും പോകാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പഞ്ച്. ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ സന്തോഷം തരുന്നത് ജീവനില്ലാത്ത ഒരു പാവയാണെങ്കിലും ചേർത്ത് പിടിച്ചേക്കണം. ജീവനില്ലെന്ന് കരുതി അതിനെ നിരസിച്ചു പോകരുത്. ജീവൻ തന്നെ പിടിച്ചു നിർത്താൻ ചിലപ്പോൾ അവയ്ക്ക് കഴിഞ്ഞേക്കാം.